നമസ്കാരം. കോഴിക്കോട് വലിയങ്ങാടിയിലെ ദുരന്തം ഓർമ്മിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. നടപടിയെടുക്കാൻ വൈകുന്ന നിമിഷങ്ങൾക്ക്, ചില അശ്രദ്ധകൾക്ക് ജീവന്റെ വിലയുണ്ടെന്ന്. അപകട മുന്നറിയിപ്പോ പ്രവേശനം തടയുകയോ ചെയ്തിരുന്നുവെങ്കിൽ ആ ജീവനുകൾ ഇന്ന് നമുക്കൊപ്പമുണ്ടായേനെ, ആ കുടുംബങ്ങൾക്ക് നാഥനുണ്ടായേനെ. പറഞ്ഞു വരുന്നത്, കണ്ണു തുറക്കേണ്ടത് അപകടം സംഭവിച്ച ശേഷമല്ല, അപകടം സംഭവിക്കും മുൻപാണ്. വലിയങ്ങാടി പോലെ അപകടം പതിയിരിക്കുന്ന കെട്ടിടങ്ങൾ നമ്മുടെ വടകരയിലുമുണ്ട്, അതും ജനനിബിഡമായ ഇടങ്ങളിൽ തന്നെ. നാളെ ഒരു ദുരന്തമുണ്ടാകും മുൻപ് അവയിലേക്ക് അധികൃതരുടെ കണ്ണെത്തണം. വടകര നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ കെട്ടിടങ്ങൾ പലതും ആയിരക്കണക്കിന് മനുഷ്യർ ദിവസേന ആശ്രയിക്കുന്ന പൊതു ഇടങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് വടകര മത്സ്യ മാർക്കറ്റ് കെട്ടിടമാണ്. വടകരയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഇടവും മാർക്കറ്റ് റോഡും പരിസരവും തന്നെയാണ്. ഇവിടെ ഹോട്ടൽ പ്രവർത്തിക്കുന്ന കെട്ടിടം പലയിടങ്ങളിലായി അടർന്ന് നിൽക്കുകയാണ്. ഇവയിൽ നിന്നും കോൺക്രീറ്റ് കഷ്ണങ്ങൾ റോഡിലേക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അടർന്നു വീണ സ്ലാബുകൾക്കിടയിൽ കമ്പി ബാക്കിയായത് കാണാം. ഇവ റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്കും കച്ചവടക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മത്സ്യ മാർക്കറ്റ് കെട്ടിടം പുതുക്കി പണിയാനുള്ള പ്രവൃത്തി തുടങ്ങുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ടും കാലങ്ങളായി. പക്ഷേ നടപടികൾ നീണ്ടുപോവുകയാണ്. ആയിരങ്ങൾ ദിവസവും ഇവിടേക്ക് എത്തുന്നു. പലയിടങ്ങളിലും സ്ലാബുകൾ പൊട്ടിയും വിള്ളൽ വീണും നിൽക്കുന്നു. കമ്പികൾ പുറത്തായിട്ടുമുണ്ട്. ഇനി വരാനിരിക്കുന്നത് മഴക്കാലമാണ്. അപകടം കൺമുന്നിലുണ്ട്. അഞ്ചുവിളക്കിന് സമീപമുള്ള മുനിസിപ്പൽ ലൈബ്രറിയിൽ പുസ്തകം തേടിയെത്തുന്നവർ ഭീതിയോടെയാണ് അകത്തിരിക്കുന്നത്. 50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിൽ അടർന്നു വീഴുന്ന കോൺക്രീറ്റ് കഷ്ണങ്ങൾ അനാസ്ഥയുടെ മറ്റൊരു ചിത്രമാണ്. ജീവൻ പണയം വെച്ച് വേണം വായനക്കാർ ലൈബ്രറിയിലിരിക്കാൻ. ലൈബ്രറിയിൽ കയറി എത്തുമ്പോൾ തന്നെ ഈ ജീർണാവസ്ഥയാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. ലൈബ്രറിക്ക് തൊട്ടപ്പുറം മുറികളിൽ പ്രവർത്തിക്കുന്നത് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള വയോമിത്രം ഓഫീസാണ്. ഇവിടേക്ക് എത്തുന്ന വയോജനങ്ങൾക്ക് ഒരു അപകടമുണ്ടാകുമ്പോൾ ഓടിമാറുക പോലും സാധ്യമല്ല. കെട്ടിടത്തിന്റെ പിൻവശത്തായി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവിടേക്ക് എത്തുന്ന ആളുകൾക്കും കച്ചവടക്കാർക്കും എന്താ സുരക്ഷയാണുള്ളത്? ഇത് വർഷങ്ങളായി ഇങ്ങനെ കംപ്ലൈൻറ്റും പരാതിയെല്ലാം കൊടുത്ത് മുനിസിപ്പാലിറ്റിയും കൊടുത്തതാണ്. ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല. ഇന്നലെ ഇവിടെ കോഴിക്കോട് വലിയങ്ങാടിയിൽ ആ പ്രശ്നം നടന്ന ന്യൂസ് അറിഞ്ഞതിന് ശേഷം മുനിസിപ്പാലിറ്റി ഒരു 4 ആൾ വന്നിട്ട് നോക്കിയിരുന്നു. ആ പ്രദേശത്തുള്ള നമ്മളെ ഷോപ്പിൻ്റെ അടുത്തുള്ള ആളെ നമ്മൾ പോയി പറയുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും. അതിനുശേഷം അയാൾ നോക്കിയിട്ട് ഷീട്ടാക്കണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇനി എന്താണെന്നൊന്നും അറിയില്ല. ഇന്ന് മനോരമയിൽ ന്യൂസ് വന്ന് ഇതിൻ്റെ മേലെ ഒരു ലൈബ്രറി ഉണ്ട്, അതിൻ്റെ ഒരു കുറച്ച് ഭാഗം പൊട്ടിയ മാത്രമാണ് ഇന്നത്തെ മനോരമയിലുള്ളത്. ഇത് ശരിക്ക് 66 പണി തറക്കല്ലിട്ടാണ് 68ലോ 69ലോ ഇതായതാണ്. അതിനുശേഷം ഒന്നും മെയിൻ്റെനൻസ് ഒന്നും 50 കൊല്ലത്തിന് മേലെയായി. അതിപ്പോൾ സ്റ്റോൺ ഇതുണ്ട്, ഇവിടെ ഫോട്ടോ ഉണ്ട്. ഞാൻ അടുത്ത് തന്നെയുള്ള ടൈലർ ഷോപ്പാണ്. കടയിൽ ആൾ വരുത്തുണ്ട്. കടയിൽ ആളാണിത്. ഇവരെ സാധനം എടുക്കാൻ വരും, മുട്ട എടുക്കാനെല്ലാം വരും. ഇതിങ്ങനെ 2 ഇതുണ്ട്, തൂണുണ്ട്. തൂണില്ലെങ്കിൽ താഴെ ഉണ്ടാവും. പഴയ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയും കഷ്ടമാണ്. തൂണുകൾ പലതും ദ്രവിച്ച നിലയിൽ. ചോർന്നൊലിക്കുന്ന മേൽക്കൂര ഈയിടെ നവീകരിച്ചെങ്കിലും അപകടാവസ്ഥ ഒഴിവായിട്ടില്ല. അടർന്നു വീഴാൻ പാകത്തിന് കോൺക്രീറ്റ് കഷ്ണങ്ങളുണ്ട്. തൊട്ടടുത്ത ദ്വാരക ബിൽഡിംഗ് കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. ഇതിന്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഇവിടെ പലയിടത്തും സ്ലാബുകൾ പൊട്ടിവീഴുന്ന വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നതല്ലാതെ മാറ്റമെന്നൊന്നില്ല. പഴയ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് ജീവന ഭീഷണിയാണ്. എല്ലായിടവും പൊട്ടി തകർന്നിട്ടുണ്ട്. ശക്തമായ ഒരു മഴയോ കാറ്റോ ഉണ്ടായാൽ ഇത് നിലം പതിച്ചേക്കുമെന്ന ഭയവുമുണ്ട്. ട്രാഫിക് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനുള്ളിൽ കയറാൻ ഭയപ്പെടുകയാണ്. ഇങ്ങനെ എണ്ണി പറയാൻ ഇനിയും ഏറെയുണ്ട്. ചിലതെങ്കിലും സൂചിപ്പിച്ചെന്ന് മാത്രം. കാലപ്പഴക്കം ചെന്ന ഈ കോൺക്രീറ്റ് കൂടാരങ്ങൾ എന്ന് തകർന്നു വീഴുമെന്ന് ആർക്കും അറിയില്ല. വലിയങ്ങാടി ദുരന്തത്തിന് പിന്നാലെ പലയിടത്തും ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തിയതായി അറിയുന്നു. നല്ലതാണ്. പക്ഷേ പരിശോധന വെറും പ്രഹസനമാവരുത്. വേണ്ടത് നടപടിയാണ്. ജനങ്ങളുടെ ജീവന് കാവൽക്കാരാവേണ്ടത് ഭരണകൂടമാണ്. ദുരന്തങ്ങൾക്ക് ശേഷമുള്ള ആവേശമല്ല നമുക്ക് വേണ്ടത്, അവ തടയാനുള്ള നടപടികളാണ്. കണ്ണ് തുറക്കണം. കണ്ണു തുറന്ന് കാണണം. ഓരോ ജീവനും വിലപ്പെട്ടതാണ്.